ഞാൻ പുറത്തു വരുമ്പോൾ എന്റെ മേലുള്ള നിയോഗവും എന്റെ മേലുള്ള വിളിയും എന്റെ മേലുള്ള അഭിഷേകവും എന്റെ മേലുള്ള ശുശ്രൂഷയും ഒരുപോലെ വെളിപ്പെടുത്തി എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. എത്ര പേർ ആഗ്രഹിക്കുന്നു അപ്പോ എന്നെ പുറത്തു കൊണ്ടുവരണം? നോക്കിയേ, ഇങ്ങനെ അഭിഷേകത്തെ പുറകെ നടന്ന് വില കൊടുത്ത് പരാതി പറയാതെ വെറുവെറുപ്പില്ലാതെ പ്രാപിച്ച മനുഷ്യന്റെ പേരാണ് ജോഷുവ. ജോഷുവ ശുശ്രൂഷയിലോട്ട് വന്നു. യോശുവയ്ക്ക് മനസ്സിലായി ശുശ്രൂഷ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പോകുക. അപ്പൊ ശുശ്രൂഷ ഏറ്റെടുത്തിട്ട് യോശുവ ചെയ്താണോ? അവൻ ആദ്യത്തെ ശുശ്രൂഷയാ, അല്ലേ? അല്ലേ? എങ്ങോട്ടാ? യെരിഹോവിനെ വീണ്ടെടുക്കണം. യെരിഹോവിനെ വീണ്ടെടുക്കണം. ശുശ്രൂഷയൊക്കെ കിട്ടിയില്ല. നേരെ ചെന്നങ്ങ് വീണ്ടെടുത്താ പോലെ. യോശുവ ചെയ്തില്ല. ആദ്യത്തെ ശുശ്രൂഷ യെരിഹോവിനെ വീണ്ടെടുക്കാൻ അവൻ ശുശ്രൂഷ ഏറ്റെടുത്തപ്പോൾ അവൻ ആ ദേശത്തെ ഒറ്റുനോക്കാൻ 2 പേരെ ആദ്യം പറഞ്ഞിട്ടു. ഒന്നാമത്തെ ശുശ്രൂഷയും അല്ലെങ്കിൽ ഒന്നാമത്തെ ദൈവിക പകർച്ചയും ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരുവൻ പുറകെ നടന്ന് വില കൊടുത്ത് അതിന്റെ പുറകെ നടന്ന് പ്രാപിക്കുന്ന ഒരു ദൈവിക ശുശ്രൂഷ. ഇനി എന്നെ ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ ഭാഗം നിങ്ങളോട് നോക്കിയേ. ഈ യോശുവ ദേശം ഒറ്റുനോക്കാൻ 2 പേരെ അയച്ചു. ഇവര് നേരെ ചെന്ന് കേറിയത് നല്ലൊരു സ്ഥലത്താണ്. ലൈവ് ഒന്നും ഇല്ലല്ലോ, അല്ലേ? ഉണ്ടോ? ഇല്ലല്ലോ. ആ, സ്തോത്രം. എന്റെ ഭാഷ പറഞ്ഞാൽ പെന്തക്കോസ്തുകാർക്ക് വാർത്തയുണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് ഇവർ ചെന്ന് കയറി. രക്തം ജയം. എന്റെ കൂടെ ഉണ്ടോ? അല്ലേ? ദൈവം പൈതലേ, ഈ ദൈവത്തിന്റെ ഹൃദയം ഇത് കാണാൻ പറ്റിയാലുണ്ടല്ലോ നമ്മൾ രക്ഷപ്പെടും. ഇവര് നേരെ എന്നെ ഭയങ്കര ചിന്തിപ്പിച്ചൊരു കാര്യം, എന്റെ പൊന്നു കർത്താവേ, ഈ ദേശത്ത് ഇവർക്ക് കേറാൻ വേറെ ഒരു വീട് കണ്ടില്ല. കയ്യൊന്നും പൊക്കണ്ട. അകത്തൊരു ചെറിയ ബുദ്ധിമുട്ടില്ലാത്തവർക്കായി സ്തോത്രം ഞാൻ പറയും. അല്ലേ? ആരെ അനുഗ്രഹിച്ചാലും അല്ലെങ്കിൽ ആരുടെ വീട്ടിൽ കയറിയാൽ ഇവളുടെ വീട്ടിൽ കയറിയത് അത്ര. യേശുവിന്റെ അമ്മയായാലും എനിക്ക് പ്രശ്നമല്ല, ഇനി ആരായാലും എനിക്ക് പ്രശ്നമല്ല. ഇവളുടെ വീട്ടിനകത്തത് പക്ഷെ അവരവിടെ ചെന്ന് കയറി. ഞാൻ അടുത്ത ശ്രദ്ധിക്കണേ. ഇവൾ ആരാണ് പറഞ്ഞോ? എബ്രായ ലേഖനം പോലും അക്ഷരത്തെറ്റില്ലാതെ അച്ചടിച്ചു വെച്ചു. ഇവൾ വേശ്യയാണ്, പാപിയാണ്. ഇവളുടെ വീട്ടിൽ ഇവർ 2 പേര് ചെന്ന് കയറി. ശ്രദ്ധിക്കണേ, അവിടെ ഉണ്ടായ ആ ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇവര് ചെന്ന് കയറി. ഇവരവിടെ കയറിയപ്പോഴേ ദേശത്തെ രാജാവിന് അറിവ് കിട്ടി. ഈ ദേശം ഒറ്റുനോക്കാൻ 2 പേര് ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. പുള്ളി നേരെ ആളയച്ച് ഇവളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, 2 പേര് ഇവിടെ വന്നില്ലേ? പുള്ളി ചോദിച്ചു, ഏത് 2 പേര്? ആരിവിടോ? ഇവിടെ വന്നില്ല. അല്ല, വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടേ. എന്റെ പ്രിയരെ, അറിയാവുന്ന ഭാഗം, അവരെ ഒളിപ്പിച്ചിട്ട് ദേശത്തിലെ രാജാവിനോട് കള്ളം പറഞ്ഞ് അവരെ അവിടുന്ന് ഒഴിവാക്കി. ഓ
രക്തം ചെയ്യണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദൂതനെ വല്ലാതെ സംഭവിച്ചെന്തോന്നറിയാമോ? ആ ദൈവദൂതന്മാർ ഇവളുടെ വീടിനകത്ത് കയറിയപ്പോൾ കഴിഞ്ഞ മിനിറ്റ് വരെ, ആ ദൂതന്മാർ കയറുന്ന സമയം വരെ അവളുടെ വീടിന്റെ ഡോറ് ഒരു കാര്യത്തിന് വേണ്ടി തുറന്നു കളഞ്ഞു. ശ്രദ്ധിക്കണേ, അന്ന് ഈ ദൂതന്മാർ കയറിയപ്പോൾ ആ ഡോറ് എന്നേക്കുമായി നിന്റെ ലൈഫിനകത്ത് വിടുതലുകൾ കൊണ്ടുവരാൻ കഴിയാതെ തുറന്നു കിടക്കുന്ന ചില ഡോറുകൾ അറിയത്തില്ല. വെളിപ്പാട് അത്രവർക്ക് മനസ്സിലാവും. നിന്റെ ലൈഫിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ നേരത്തെ പറഞ്ഞ് ജോഷുവ എങ്ങനെയാ ഈ അഭിഷേകത്തെ സ്വീകരിച്ചതെന്ന്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇന്ന് വിത്തൗട്ട് ഹർ പെർമിഷൻ, അവളുടെ അനുവാദമില്ലാതെ അവളുടെ ജീവിതത്തിൽ, അവളുടെ ലൈഫിനകത്ത്, അവളുടെ വീടിന്റെ ഡോർ തുറന്നു കിടന്നത് ഒരു പാപം പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ന് അവളുടെ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത എവിടുന്നോ അവളുടെ വീടിനകത്ത് വന്നു കയറുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാനൊരു വെളിപ്പാട് പറയാം. നീ ദൈവത്തിന്റെ ഫേവറുള്ള വ്യക്തിയാണോ? തമ്പുരാന്റെ പദ്ധതി നിന്റെ മേൽ വീണിട്ടുണ്ടോ? ഒരു സത്യം ഞാൻ പറയാം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏതോ ഒരു സമയത്ത്, അവന്റെ മഹത്വത്തിന്റെ സമയത്ത്, അവന്റെ പദ്ധതിയുടെ സമയത്ത്, നിന്റെ അനുവാദം പോലും ഇല്ലാതെ ഞാൻ ഈ ദൂതിൽ ഒത്തിരി ആമേൻ പറഞ്ഞു. ഈ ദൂതന്മാരെ അയച്ച യോശുവ അനുഗ്രഹത്തെ പ്രാപിച്ചത് ആലയത്തിന് വിളക്ക് കെടുന്നതിന് മുമ്പ് അവിടെ പോയിരുന്ന. ഞാൻ ഈ സഹോദരിയോട് ചോദിക്കുന്നു, നീ ആലയത്തിന് വിളക്ക് കെടുന്നതിന് മുമ്പ് പോയി നിന്നിട്ടുണ്ടോ? നീ മോശയുടെ കൂടെ പോയി ഒറ്റപ്പുഴ ഏറ്റുവാങ്ങിയിട്ടുണ്ടോ? നിന്റെ ലൈഫിനകത്ത് നീ വേറെന്തെങ്കിലും വില കൊടുത്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇതുമായിട്ടങ്ങ് ഒരു ബന്ധവും ഇല്ല. പക്ഷെ അവള് പറയുന്നു, ദൈവത്തിന്റെ ദാസന്മാർ എന്റെ വീടിനകത്ത് കാലുകൾ. രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഈ ദൂതിനെ അങ്ങനെ സ്വീകരിക്കാൻ